അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഫാറൂഖ് എന്നുള്ള ഒരു ഭർത്താവ്, ത്വാഹിറ എന്നുള്ള ഒരു ഭാര്യ, 5 മക്കൾ സന്തോഷമായിട്ട് കഴിയുക. ഞാൻ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞത് ഞാൻ കെട്ടിയുണ്ടാക്കിയ കഥയൊന്നുമില്ല. ഇതെന്ത് മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ്. ഈ ഫാറൂഖ്, ത്വാഹിറ, അഫ്രിൻ, ഷെറിൻ മക്കളൊക്കെ അടങ്ങുന്ന കുടുംബം സന്തോഷമായിട്ട് കഴിയുമ്പോൾ ഇയാളൊരു ഹോട്ടൽ തൊഴിലാളിയാണ്. ഒരു ദിവസം ഈ ഫാറൂഖിൻ്റെ ഭാര്യ ത്വാഹിറ ഫാറൂഖിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാശ് ആവശ്യമുണ്ട്, ഒരു ജോലി എങ്ങനെയും സംഘടിപ്പിക്കണം. അങ്ങനെ അതിനെ ചൊല്ലി വഴക്കായി. ഇവർ ഈ 5 മക്കളാവുന്നതിനിടയിൽ ഇവർക്കിടയിൽ പിണക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ദേഷ്യം പിടിച്ച ത്വാഹിറ എന്ത് ചെയ്തു? സ്വന്തം വീട്ടിലേക്ക് പോയി. സ്വന്തം വീട്ടിലേക്ക് പോയത് ഫാറൂഖിന് ഇഷ്ടപ്പെട്ടില്ല. അത് സ്വന്തം ത്വാഹിറ പിണങ്ങിയിട്ട് ത്വാഹിറയുടെ വീട്ടിലേക്ക് പോയത് മാത്രമല്ല, ത്വാഹിറ ബുർഖയും അതേപോലെ നിക്കാബൊക്കെ ഇട്ട് ധരിച്ച് നടക്കുന്ന ഒരു ശീലമുള്ളൊരു ഭാര്യയാണ്. ഈ ദേഷ്യം പിടിച്ച് പോകുന്ന സമയത്ത് ഇതൊന്നും ഇല്ലാതെ സാധാ വേഷത്തിലാണ്, ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഇവിടേക്ക് പോയത്, സ്വന്തം വീട്ടിലേക്ക് പോയത്. ഇത് ഫാറൂഖിന് സഹിക്കാൻ പറ്റിയില്ല. അവൾ ഈ ബുർഖയും ഇതൊക്കെ ഇടാതെ, പർദ്ദയൊന്നും ഇടാതെ ഇവിടുന്ന് പുറത്തിറങ്ങി. ഇത് ഫാറൂഖിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു രോഷം ഉണ്ടാക്കി. അയാൾ അഭിമാനത്തിന് ക്ഷതമേറ്റു എന്നൊക്കെ മൂപ്പർക്ക് തോന്നി. അങ്ങനെ ഇയാൾ സൗകര്യപൂർവ്വം കാത്തിരുന്നു ഭാര്യയെ ഇതിന് പ്രതികാരം ചെയ്യാൻ, തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നു. ആ ഭാര്യയെ വളരെ സ്നേഹത്തോടെയാണ് ഇയാൾ പിണക്കൊക്കെ മാറ്റി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ആ വീട്ടിലെ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ മക്കളൊക്കെ പുറത്തു പോയ ഒരു നിമിഷം അവിടെ ആകെ 2 മക്കളേ ഉള്ളൂ. അഫ്രിൻ, ഷെറിൻ എന്നുള്ള 14 വയസ്സുള്ള ഷെറിൻ എന്നുള്ളൊരു 6 വയസ്സുള്ള അഫ്രിനും, ആ മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാര്യ ത്വാഹിറയോട് പറഞ്ഞു, നീ ഒരു ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ ചായ ഉണ്ടാക്കി. ആ ചായ ഉണ്ടാക്കിയ സമയത്താണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ഈ ഷെറിൻ എന്നുള്ള 14 വയസ്സുകാരൻ ഓടി വന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഉമ്മയാണ്. ഈ ക്രൂരൻ, ഈ ഫാറൂഖ് എന്ന പേരുള്ള ആ ക്രൂരൻ ചെയ്തതെന്താണെന്നറിയോ? 30 വയസ്സുള്ള ഈ ഭാര്യയെ തോക്കെടുത്ത് വെടിവെച്ചു കൊന്നു. ഇയാൾ ഈ ഭാര്യ പോയ തക്കത്തിൽ ഭാര്യയെ വകവരുത്താൻ വേണ്ടി ഒരു കള്ളത്തോക്കും ഉണ്ടകളുമൊക്കെ സംഘടിപ്പിച്ചിട്ട് ആ പ്രതികാരം തീർക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ആ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഉമ്മയെ കണ്ട് വാവിട്ട് കരഞ്ഞ ആ മകനെയും ഇയാൾ എന്ത് ചെയ്തു? വെടിവെച്ചു കൊന്നു. ഈ ശബ്ദം കേട്ട് ഓടിയിട്ടാണ് 6 വയസ്സുള്ള ആ പൊന്നുമോൻ ഓടി വന്നത്. അവനെയും എന്ത് ചെയ്തു? കഴുത്ത് ഞെരിച്ചു കൊന്നു. അങ്ങനെ 3 പേരുടെ, സ്വന്തം മക്കളുടെ, സ്വന്തം ഭാര്യയുടെ ജീവൻ അങ്ങോട്ടെടുത്തു ഫാറൂഖ് എന്ന പേരുള്ള 35, 36 വയസ്സുള്ള ഈ യുവാവ്. ഒരൊറ്റ കാരണം, ബുർഖ ധരിക്കാത്തതിന്. എന്നിട്ടിതൊന്ന് ഒഴിവാക്കണമല്ലോ. ഈ ശവശരീരം എന്താ ചെയ്യുക? അപ്പോൾ ഇയാൾ ഭാര്യ പോയ സമയത്ത് തന്നെ പ്ലാനഡായിട്ട് ഇയാൾ സെപ്റ്റിക് ടാങ്കാണെന്ന് പറഞ്ഞ് വളരെ വലിയൊരു കുഴിയെടുത്തിരുന്നു. ഇതൊക്കെ ഇയാൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഈ ഭാര്യയെ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് ആൾക്കുണ്ട്, പക്ഷേ മക്കളെ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് ഇല്ല. അങ്ങനെ ആ കുഴിയിലിട്ട് 3 മൃതദേഹം മൂടി. അങ്ങനെ ഇയാളെ ചെറിയ മക്കൾ വന്ന് നോക്കുമ്പോൾ, ചെറിയ മക്കൾ അയൽപ്പക്കത്ത് കളിക്കാൻ പോയതാണ്. അവർ വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മ വിരുന്ന് പോയിക്കാണ്, ഉമ്മയുടെ വീട്ടിലേക്ക് പോയിക്കാണ്, നിങ്ങളെ കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഇയാളുടെ വീട്ടിൽ നിന്ന് വലിയ ആളും മനക്കൊന്നും കാണാനില്ല. ഈ സാധാരണ ആ വീട്ടിൽ ആ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അയൽപ്പക്കമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. ആ നല്ല ബന്ധങ്ങളുണ്ടാകുന്ന സ്ത്രീയൊന്നും വരുന്നത് കാണില്ല. അപ്പം നാട്ടിലിതൊരു സംസാര വിഷയമായി. അങ്ങനെ നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. അങ്ങനെ പോലീസ് വന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ കാണുന്നൊരു ഞെട്ടിക്കുന്നൊരു കാഴ്ച, ഈ മക്കളില്ല, ഈ ഉമ്മയില്ല. അങ്ങനെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ 2 എണ്ണം കിട്ടേണ്ടതുപോലെ കിട്ടിയപ്പോൾ ഫാറൂഖ് എല്ലാം പറഞ്ഞു. ബുർഖ ധരിക്കാത്തതിന് എന്നെ അപമാനിച്ചതുപോലെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രതികാരമായി തീർന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭാര്യ ത്വാഹിറയെയും ആ 2 പൊന്നു മക്കളെയും കൊന്നു കളഞ്ഞത് എന്നുള്ളത്. എന്തൊരു ഇങ്ങനെയൊക്കെ ഇവനൊക്കെ എന്ത് ഇസ്ലാമാണ് ഇവനൊക്കെ പഠിക്കണത്? ഒരു ബുർഖ ധരിച്ചതും ധരിക്കാത്തതിനൊക്കെ സ്വന്തം മക്കളെ കൊന്നു കളയാൻ മാത്രമുള്ള ഒരു വിശ്വാസം എവിടെ നിന്നാണ് അവർക്ക് വന്നത്? ചില ഭാര്യമാർക്ക് സ്വന്തം ഇഷ്ടത്തിന് വേഷം ധരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. ഭർത്താവാണ് തീരുമാനിക്കാം, ഇന്ന വേഷം ധരിക്കണം, മാന്യമായ വേഷം ധരിക്കണം, മാന്യമായ ഔറത്ത് മറക്കുന്ന വേഷം ധരിക്കണം. ആ ധരിക്കുന്നതിനപ്പുറം ചില വേഷങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് ഇത് തന്നെ ചെയ്യാവൂന്ന് പോലെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇതിന് പൊട്ടിത്തെറിച്ചു പോകും. എനിക്കറിയാവുന്ന കോഴിക്കോടുള്ളൊരു ഫാമിലിയുണ്ട്. ആ ഫാമിലിയിലെ പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് പർദ്ദയൊന്നും ധരിക്കാത്തൊരു പെൺകുട്ടിയാണ്. അങ്ങനെയാണ് അവർ വളർന്നു വന്നത്, പഠിച്ചതും വളർന്നതൊക്കെ അങ്ങനെയാണ്. വിവാഹം കഴിച്ചപ്പോൾ അയാളൊരു ഭയങ്കര ഫണ്ടമെൻ്റലിസ്റ്റ് ആയ ഒരാളാണ്. അയാൾ ആ പർദ്ദ ധരിക്കണമെന്ന് നിർബന്ധമാണ്, മുഖം മറക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ മുഖം മറച്ചിട്ട് നടക്കുന്ന ഒരു ശീലമോ പർദ്ദ ധരിച്ച് നടക്കുന്ന ശീലമോ ഇവർക്കില്ല. അപ്പോൾ പർദ്ദ ധരിക്കാത്തവർ, മുഖം മറക്കാത്തവരൊക്കെ മോശക്കാരാണെന്നൊരു ധാരണ എന്തിനാണ് വെക്കുന്നത്? ഓരോരുത്തരും ഓരോ രീതിയിൽ നടന്നോട്ടെ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ഉമ്മമാരും, പല താത്താമാരും, പല പെങ്ങന്മാരും, സ്ത്രീകളുമൊക്കെ പർദ്ദ ധരിക്കുന്നവരുണ്ടാവും, ബുർഖ ധരിക്കുന്നവരുണ്ടാവും, നിക്കാബ് ധരിക്കുന്നവരുണ്ടാവും. സന്തോഷം. അതല്ലാത്തവനെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമോ ഓരൊക്കെ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ധ്വനി
എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഞാൻ നല്ലതാണെന്നും മറ്റൊരു മോശക്കാരാണെന്നുള്ളൊരു ധ്വനി ഉണ്ടല്ലോ, അത് വലിയ ആപത്താണ്. പടച്ചോനെ, എൻ്റെ കാര്യം തന്നെ എനിക്ക് ഉറപ്പില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് ഇടപെടുന്നത്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ബുർഖ ധരിക്കുന്നൊരു ശീലമുണ്ട്, മാഷാ അല്ലാഹ്, സന്തോഷമാണ്. ചിലരൊക്കെ ചുരിദാർ ധരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേഷങ്ങളൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. മാന്യമായിട്ട് വേഷം ധരിച്ച് പോവുക. അപ്പോൾ ഞാനീ പറഞ്ഞ കോഴിക്കോട് സംഭവത്തിൽ അവർക്ക് അങ്ങനെ ഒരു ശീലമില്ല. പക്ഷെ കല്യാണം കഴിച്ച് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീക്ക് അതൊരു വലിയ പ്രശ്നങ്ങളായിട്ട് മാറി. ഭർത്താവുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ കഴിയാത്തായി. ആദ്യം അയാൾ പർദ്ദയിലേക്കാണ് നിർബന്ധിച്ചത്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പർദ്ദ ധരിക്കുന്നില്ല. പർദ്ദ ചില ആളുകൾക്ക് ഭയങ്കര ഒരു ട്രെൻഡി വേഷമായിട്ടാണ് പർദ്ദ. എന്നാൽ പർദ്ദ ഇടാത്തവരെക്കാളും ശരീര വടിവ് കാണിക്കുന്നതാണ് പർദ്ദ ഇട്ട് നടക്കുന്ന പല സ്ത്രീകളുടെയും പർദ്ദയുടെ സ്വഭാവമുള്ള അത്രയും പർദ്ദകളുണ്ട്. അങ്ങനെ പിന്നെ ഇയാൾക്ക് ബുർഖ ധരിക്കണമെന്നായി. സഹിക്കെട്ടിട്ട് ഇവർ ഡിവോഴ്സിന് കൊടുത്തു. അപ്പോൾ ഒരു വേഷം ഒരാളെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, പ്രതിസന്ധി ഉണ്ടാക്കുന്ന, അപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഈ ഡോക്ടർമാർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്ന സമയത്ത് ഒരു വേദിയിൽ ബുർഖ ധരിച്ച ഒരു സ്ത്രീയുടെ, ഒരു യുവതിയുടെ മുഖാവരണം മാറ്റി. എന്ത് വൃത്തികേടാണ് ആ മുഖ്യമന്ത്രി ചെയ്തത്? ഇന്നിതാ ആ ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഒരു ജോലി വേണ്ട, എൻ്റെ മുഖാവരണം മാറ്റിയിട്ട് എന്നെ അപമാനിച്ച ആ ഒരു മുഖ്യമന്ത്രി നൽകുന്ന ഒരു സർക്കാർ ജോലി എനിക്ക് വേണ്ട. മാഷാ അല്ലാഹ്, അതാണ് ഇസ്സത്ത് എന്ന് പറയുന്നത്. കാരണം ആ ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുന്ന ഒരു ശീലമുള്ള ഒരാളാണെങ്കിൽ അവരെ മുഖം മാറ്റാൻ വേറെ ആർക്കും അവകാശമുള്ളത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊരു തരം സൈലൻ്റായിട്ടൊരു വിപ്ലവം നടക്കുന്നുണ്ട്, മുഖം മറക്കുന്നതിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ഫാറൂഖിൻ്റെ ഉള്ളിൽ അപമാനം തോന്നി. ഈ വേഷമല്ല നമ്മുടെ അപമാനം എന്നുള്ളത്, നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും, അതൊരു വലിയൊരു ഘടകമാണ്. നമ്മൾ സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, ഇവരുടെ വേഷങ്ങൾ ചൊല്ലിയിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ആ വേഷങ്ങൾ അവർ സ്വമേധയാൽ തിരഞ്ഞെടുക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിക്കണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പാവം ആ ത്വാഹിറ ജീവൻ നഷ്ടപ്പെട്ടു, ആ 2 മക്കൾ, എന്ത് ന്യായമാണ് അയാൾക്കുള്ളത്? അങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ പുറമേക്ക് കാണിക്കുന്നതാണ് മെയിൻ. അതായത് വേഷം ഉഷാറായിരിക്കണം, സ്വഭാവം എത്രയോ മോശം. അതായത് നിസ്കാരമുണ്ടോ, 5 വക്ത നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും പിഴവുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തലമുടി ഇങ്ങോട്ട് പുറത്തേക്ക് കണ്ടാൽ മതി, അപ്പം കിടുന്ന സ്ത്രീനെ കിടന്ന് പുലഭ്യം പറയലും. അപ്പോൾ ഈ പുലഭ്യം പറയുന്നതും സ്ത്രീനെ അടിച്ചമർന്നൊക്കെ എവിടുന്നാണ് ഈ കിട്ടുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരുണ്യം എന്നുള്ളതല്ലേ വേണ്ടത്? അത് ഈ മനുഷ്യന്മാർക്കില്ല. അതായത് പ്രമുഖമായ ഒരു ചരിത്രത്തിലുണ്ട്, ഒരു ഹദീസിലുള്ളൊരു സംഭവമുണ്ട്. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു സ്ത്രീ നേർച്ച ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി യുദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് ജയിച്ചു വന്നാൽ ഞാൻ നൃത്തം ചെയ്യും എന്നുള്ളത്. നേർച്ച നേർന്നിക്കാണ്. അങ്ങനെ നബി യുദ്ധം കഴിഞ്ഞ് വന്ന് വിജയിച്ചു വന്നപ്പോൾ നബിയോടെന്ന് പറഞ്ഞു, നബിയെ, അങ്ങ് ജയിച്ചു കഴിഞ്ഞ് വന്നാൽ ഞാൻ നൃത്തം അങ്ങയുടെ മുന്നിൽ നൃത്തം ചെയ്യാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. എനിക്ക് ചിരി വന്നു. നേർച്ച നേർന്നതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ശരി, ഇന്ന് നൃത്തം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഈ സ്ത്രീ ഗംഭീര നൃത്തം ചെയ്യാണ്. ആളുകളൊക്കെ ചുറ്റും കൂടി, സ്വഹാബികളൊക്കെ അത് കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ഹദീസിലുള്ളതാട്ടോ, ചരിത്രത്തിലുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. നൃത്തം ചെയ്യാണ്. ആ നൃത്തം നൃത്തം അവസാനിക്കാൻ നേരത്താണ് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നതോടുകൂടി സ്ത്രീക്ക് പേടിയായി. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര പേടിയാണ് പലർക്കും. ആ സ്ത്രീ വേഗം നൃത്തം അവസാനിപ്പിച്ച് നബിയോട് നന്ദി പറഞ്ഞ് പോവാണ്. ആ സമയത്ത് ഹബീബായ നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് പിശാചും ഭയന്നു പോകുന്നൊരു മനുഷ്യനാണ് കേട്ടോ ഉമർ റളിയല്ലാഹു അൻഹു. ഏത് പിശാചും ഭയന്നു പോകുന്നൊരു വ്യക്തിയാണ് ആരോ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അപ്പോൾ ആ നൃത്തം ചെയ്യണമെന്ന് ആഗ്രഹിച്ച സ്ത്രീനെ വിലക്കി ഓടിക്കല്ല നബി ചെയ്തത്. കാരുണ്യത്തിൻ്റെ മുഖമായ ഹബീബായ നബി അത് ഉൾക്കൊണ്ടു, അത് സ്വീകരിച്ചു. എല്ലാവരും നൃത്തം ചെയ്യണം എന്നുള്ള ആഹ്വാനമൊന്നും കൊടുത്ത് ആ സ്ത്രീ അങ്ങനെ നേർന്നു ചെയ്തു പൊക്കോട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അത് പേടിച്ച് നിർത്തി. ഒരു പ്രശ്നം ഉണ്ടായില്ല. നബി ഉമറ ഇതൊന്നും ഉണ്ടാക്കല്ലേ, ആ പെണ്ണ് നൃത്തം ചെയ്യട്ടെ, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായി അവരുടെ പാടായി. അപ്പോൾ ഒരു കാരുണ്യം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ബുർഖ ധരിക്കുന്നതൊക്കെ ഇഷ്ടമുള്ള, അതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ധരിച്ചിട്ട് ഈ കണ്ണ് മാത്രം. ഇപ്പോൾ ഞാൻ ഹൈദരാബാദൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കവിടുത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ ഏറ്റവും ഭംഗി തോന്നുന്നത് എവിടെയെന്നറിയാം, അവരിതൊക്കെ മറച്ചിട്ടാണ് വരിക. ഹിന്ദുക്കളും അവിടെ അങ്ങനെ തന്നെ വരിക. ഹിന്ദുക്കളെ പ്രത്യേകത ഉണ്ട്, കയ്യൊന്നും മറച്ചിട്ടുണ്ടാവില്ല, പക്ഷേ മുഖം മറച്ചിട്ടുണ്ടാവും. ഇവർ നമ്മൾ ഡ്രസ്സ് കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെ കണ്ണ് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ്. അപ്പോൾ ഈ മറക്കുന്നതാണ് ഭംഗി എന്നുള്ളതാണ് ഒരു ആൺമനസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. കഴിഞ്ഞ വീഡിയോയുടെ ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് അന്താരാഷ്ട്ര അറബിക് ദിനമാണ്, ഡിസംബർ 18 അന്താരാഷ്ട്ര അറബിക് ദിനം. എത്ര രാഷ്ട്രങ്ങളിലെ ഒഫീഷ്യൽ ഔദ്യോഗിക ഭാഷയാണ് അറബിക് ഭാഷ? അതാണ് ചോദ്യം. എത്ര രാഷ്ട്രങ്ങളുടെ ഒഫീഷ്യൽ ഭാഷയാണ് അറബിക് ഭാഷ? അതാണ് ചോദ്യമുള്ളത്. ഞാൻ ക്ലൂ ഒന്നും പറഞ്ഞിരുന്നില്ല. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.